നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 മെയ് മാസം 2-ാം തീയതി ശനിയാഴ്ച ദിവസം. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ അവസാനം വരെ കാണണം. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, വാണിജ്യ സിലിണ്ടർ വില വർദ്ധിപ്പിച്ചു. 19 കിലോ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇതോടെ ഹോട്ടൽ മേഖലയ്ക്ക് കടുത്ത ആഘാതം സൃഷ്ടിച്ച് സംസ്ഥാനത്ത് വാണിജ്യ സിലിണ്ടർ വില 3000 കടന്നു. പ്രവർത്തന ചെലവിന്റെ പേരിൽ ഹോട്ടലുകൾ വിഭവങ്ങൾക്ക് വില കൂട്ടിയാൽ ഉപഭോക്താക്കൾക്കും അത് വലിയ തിരിച്ചടിയാകും. എന്നാൽ ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ വർധനവില്ല. LPG നിയന്ത്രണം കാരണം സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം അടച്ചുപൂട്ടിയ ഹോട്ടലുകൾ പതുക്കെ സാധാരണ നിലയിലേക്ക് വരുന്നതിനിടെയാണ് അടുത്ത ആഘാതം. നേരത്തെ സിലിണ്ടറിന് 100-ഉം 150 രൂപയും ഒക്കെയാണ് കൂടാറെങ്കിൽ ഇക്കുറി ഒറ്റയടിക്ക് പൊതുമേഖലാ എണ്ണ കമ്പനികൾ കൂട്ടിയിരിക്കുന്നത് 993 രൂപയാണ്. രാവിലെ ഹോട്ടലുകൾ തുറന്ന പല സംരംഭകരും വർധനയുടെ വാർത്ത കേട്ട് ഞെട്ടിയിരിക്കുകയാണ്. കേരളത്തിൽ വാണിജ്യ സിലിണ്ടർ വില 3000 രൂപ കടന്നു. പുതുക്കിയ വർധനവ് പ്രകാരം തിരുവനന്തപുരത്ത് 19 കിലോ വാണിജ്യ സിലിണ്ടറിന്റെ വില 3106 രൂപയായി. കൊച്ചിയിൽ 3085 രൂപ, കോഴിക്കോട് വില 3117 രൂപയിലും എത്തി. ഹോട്ടൽ, റെസ്റ്റോറന്റുകൾ, ചെറുകിട ഹോട്ടലുകൾ, തട്ടുകടകൾ തുടങ്ങിയവയൊക്കെ വർധനവ് സാരമായി ബാധിക്കും. പ്രവർത്തന ചെലവ് കൂടുമെന്നതിനാൽ ഭക്ഷണ വിഭവങ്ങളുടെ വില കൂട്ടാൻ ഹോട്ടലുകൾ നിർബന്ധിതരായേക്കും. വിഭവങ്ങൾക്ക് വില കൂട്ടിയാൽ ദിവസവും ഹോട്ടലുകളെ മാത്രം ആശ്രയിക്കേണ്ടി വരുന്ന തൊഴിലാളികൾ, മറ്റ് ദിവസ വേതനക്കാർ, വിദ്യാർത്ഥികൾ, ഹോസ്റ്റലിൽ നിൽക്കുന്നവർ തുടങ്ങിയവരുടെയെല്ലാം ഇത് ബാധിക്കുന്നു. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, വാണിജ്യ സിലിണ്ടർ വില വർധനവിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ഹോട്ടൽ ഉടമകൾ സമരത്തിലേക്ക്. മെയ് 6-ന് സംസ്ഥാന വ്യാപകമായി ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കും. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. 19 കിലോ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപ കൂടിയതിനാലാണ് പ്രതിഷേധം. ഇതോടെ ഹോട്ടൽ മേഖലയ്ക്ക് കടുത്ത ആഘാതം സൃഷ്ടിച്ച് സംസ്ഥാനത്ത് വാണിജ്യ സിലിണ്ടർ വില 3000 കടന്നു. പ്രവർത്തന ചെലവിന്റെ പേരിൽ ഹോട്ടലുകൾ വിഭവങ്ങൾക്ക് വില കൂട്ടിയാൽ ഉപഭോക്താക്കൾക്കും അത് വലിയ തിരിച്ചടിയാകും. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, 5 രൂപയ്ക്ക് അരി അതിർത്തി കടക്കുമ്പോൾ 25 രൂപ, പോളിഷ് ചെയ്താൽ 65 രൂപ. പാവപ്പെട്ടവർക്ക് തമിഴ്നാട് സർക്കാർ ചുരുങ്ങിയ വിലയ്ക്ക് നൽകുന്ന അരിയാണ് വാളയാർ വഴി കേരള വിപണിയിലേക്ക് ഒഴുകുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് കടത്തിക്കൊണ്ടുവരുന്ന വില കുറഞ്ഞ അരി അതിർത്തി കടക്കുമ്പോൾ വില കൂടിയ സ്പെഷ്യൽ അരിയായി മാറുകയാണ്. അരിക്കടത്തിന് നേതൃത്വം നൽകുന്ന ഒരു ടീം തന്നെ വാളയാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് കിലോയ്ക്ക് 5 രൂപ നിരക്കിലാണ് ഇവർ അരി വാങ്ങുന്നത്. ഇത് വാളയാറിൽ എത്തിച്ചതിന് ശേഷം വൻകിട കച്ചവടക്കാർക്ക് കിലോയ്ക്ക് 25 രൂപ നിരക്കിൽ വിൽക്കുകയാണ് ചെയ്യുന്നത്. ഇവരിൽ നിന്നും അരി വാങ്ങുന്ന സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വൻകിട ഏജന്റുമാർ കിലോയ്ക്ക് 25 രൂപയ്ക്ക് വാങ്ങുന്ന അരി പോളിഷ് ചെയ്ത് കിലോയ്ക്ക് 65 രൂപയ്ക്ക് മാർക്കറ്റിൽ എത്തിക്കുന്നു. ഇതര സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്ക് പോലും ഈയൊരു അരി എത്തുന്നതായാണ് വിവരം. ടൺ കണക്കിന് അരി വാളയാർ വഴി എത്തുന്നത് മൂലം ലക്ഷങ്ങളാണ് കച്ചവടക്കാരുടെ പോക്കറ്റിൽ വീഴുന്നത്. GST വന്നതിന് ശേഷം ചെക്ക് പോസ്റ്റ് സംവിധാനം ഇല്ലാതായതും അരിക്കടത്തുകാർക്ക് ഗുണമായി. വാഹനമാർഗം നേരിട്ട് അരി കൊണ്ടുവരുന്നുണ്ട്. ഇതിന് GST ബിൽ ശരിയാക്കി കൊടുക്കാൻ ചില ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട്. അരിക്ക് GST നിരക്ക് 1% ഉള്ളൂ എന്നതിനാൽ ഏജൻസിക്കാരുടെ ഫീസ് ഉൾപ്പെടെ ചെറിയൊരു സംഖ്യ മാത്രമേ അരിക്കടത്തുകാർക്ക് ചെലവ് വരുന്നുള്ളൂ. ഇതിനു പുറമെ ട്രെയിൻ മാർഗവും അരി കടത്തുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തലച്ചുമടായാണ് അരി രഹസ്യ ഗോഡൌണുകളിലേക്ക് കൊണ്ടുപോകുന്നത്. വാളയാർ മേഖലയിൽ തമിഴ്നാട് റേഷനരി സൂക്ഷിക്കുന്ന നിരവധി രഹസ്യ ഗോഡൌണുകൾ പ്രവർത്തിക്കുന്നുണ്ട്. തമിഴ്നാട് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് പാവപ്പെട്ടവർക്ക് ചുരുങ്ങിയ വിലയ്ക്ക് നൽകേണ്ട അരി മറിച്ചു വിൽക്കുന്നത്. അതിർത്തി കടക്കുമ്പോൾ തമിഴ്നാട് റേഷനരിയുടെ വില 12 ഇരട്ടിയായി ഉയരുന്ന പ്രതിഭാസം കേരളത്തിലെ ഉദ്യോഗസ്ഥരും കണ്ടില്ലെന്ന് നടിക്കുകയാണ്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സംസ്ഥാനത്ത് വിഷു, ഈസ്റ്റർ എന്നീ ഉത്സവ സീസണുകൾ, അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് എന്നിവയൊക്കെ പരിഗണിച്ചുകൊണ്ട് 2 മാസത്തെ പെൻഷൻ ഒന്നിച്ചാണ് വിതരണം നടത്തിയത്. അത് മാർച്ച് മാസത്തിലാണ് വിതരണം ഉണ്ടായത്. അതായത് മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലെ തുക ഒന്നിച്ചാണ് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് കൈമാറിയത്. ഇനി അടുത്ത ഗഡു ലഭിക്കാനുള്ളത് ഈ മെയ് മാസത്തെ 2000 രൂപയാണ്. അത് ഉടനെ തന്നെ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുകയും ചെയ്യും.
ഏപ്രിൽ മാസം ആദ്യ വാരമാണ് തുക വിതരണം ഉണ്ടായത്. അതിനാൽ തന്നെ വലിയ ഒരു നീണ്ട ഇടവേള ഗുണഭോക്താക്കളെ സംബന്ധിച്ച് ഉണ്ടായി എന്ന് തന്നെ പറയാം. ഇനി മെയ് മാസം പകുതിയോടുകൂടി മാത്രമേ ഈ മാസത്തെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷനും 1000 രൂപ ഈ ഒരു മെയ് മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് ലഭിക്കും. പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.